ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല നാടൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല കൊടപ്പുളിയൊക്കെ ഇട്ടിട്ട് നല്ല കറി വെച്ചാലോ. അപ്പോൾ ഈ ചെമ്മീനൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ ഇട്ട് ഒന്ന് നന്നാക്കി എടുക്കാൻ അത്യാവശ്യം സമയം എടുക്കുമല്ലോ. നമുക്ക് ഏത് മീനേക്കാളും കൂടുതൽ സമയം എടുക്കുന്നതാണ് നമ്മുടെ ചെമ്മീൻ നന്നാക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ നാര് പോലത്തെ സാധനമൊക്കെ കളയാൻ തന്നെ ഇഷ്ടംപോലെ സമയമെടുക്കും. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് നാളികേരമൊക്കെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചതിന് ശേഷം നമ്മൾ പിഴിഞ്ഞാണ് വെക്കുന്നത്. മിക്കയിടത്തും ചിലപ്പോൾ അരപ്പ് ചേർത്തിട്ട് വെക്കുന്നത് നമുക്ക് കാണലുണ്ട്. പക്ഷെ നമ്മൾ പാല് പിഴിഞ്ഞിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അങ്ങനത്തെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. വേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചിയും ചെറിയ പീസുകളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ. നമുക്കറിയില്ല എപ്പോഴും ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറിക്ക് ആ ടേസ്റ്റ് കൂടുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി, നമ്മൾ ചെമ്മീൻ കറിയിൽ മല്ലിപ്പൊടി ഇടുന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്രാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ളത് കിട്ടി, അല്ലെങ്കിൽ ഇതിനും ചെറുതാണ് നമുക്ക് കിട്ടലിവിടെ. അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. അങ്ങനെ നമ്മുടെ കറി ഏകദേശമൊക്കെ ഒന്ന് തിളയ്ക്കാറായിട്ടുണ്ട്. പിന്നെ നമുക്കിതേ ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ കറിയിലാണല്ലോ നമ്മുടെ ചക്കക്കുരു ഇടുക. അങ്ങനെ ചക്കക്കുരു നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുടപ്പുളി അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പുളിയാണ് നമ്മളിവിടുത്തെ, അതും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും ഒരു മാങ്ങയുടെ ടേസ്റ്റൊക്കെ നമുക്ക് തോന്നും. പിന്നെ കുറച്ചും കൂടെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിയിൽ വേപ്പില ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം വേപ്പിലകളൊക്കെ ഇടാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ പുളിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി വറ്റിയിട്ടോ, ഏകദേശം കുറച്ച് സമയമായി. ഇനി നമുക്കിത് വറുക്കാനായിട്ടുള്ള ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വറുക്കാനായിട്ട് മസാല തേക്കുന്നത്. അങ്ങനെ ചെമ്മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ചെമ്മീൻ വറുത്ത് അത്യാവശ്യം നല്ല ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറിയും അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈയും ചേർത്ത് നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ ഇന്നത്തെ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.